ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ സമയം 5:45. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്രേക്കിനൊക്കെ ശേഷമുള്ളൊരു വ്ളോഗ് ഒരു ട്രിപ്പ് വെച്ചിട്ട് തന്നെ തുടങ്ങാന്നുള്ളത്. അപ്പോൾ ഐ തോട്ട് ഐ ടേക്ക് യു ഗൈസ് അലോങ്. ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഞാനൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. സോ ഐ തോട്ട് ഐ സ്റ്റാർട്ട് വിത്ത് എ കുട്ടി ട്രിപ്പ് വീഡിയോ. അപ്പം ഞാനും ഇന്നെൻ്റെ ഫാമിലിയും കൂടെ ഒരു ട്രിപ്പിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിയോടുകൂടി നമുക്ക് ഇറങ്ങണം. അപ്പോൾ സ്ഥലം എവിടെയാണെന്നും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും നമുക്ക് വഴിയേ കാണാം. നമ്മുടെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൺ ദ വേ എടുക്കാനുള്ള കുറച്ച് സ്നാക്സ്. ഇവിടെ ദാവിക്ക് ഷൂ ഒക്കെ ഇട്ട് റെഡിയാവുന്നു. മമ്മി പുറത്ത് അവസാന നിമിഷ ചെടി നനയ്ക്കലിൽ ഇരിക്കുകയാണ്. പപ്പ എവിടെ? ഓക്കെ. ഇപ്പം ലിൻഡണും കൂടി വന്നാൽ നമ്മളിപ്പോൾ ഇറങ്ങും. ഓൺ ടൈമാണ്. ഇതാ ലിൻഡണും കൂടി വന്നു. പതിവിലും വിപരീതമായിട്ട് വലിയ ലേറ്റ് ഇല്ലാണ്ട് നമ്മളൊരു 10 മിനിറ്റ് ലേറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. പപ്പയാണ് കാരണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂൾ എന്ന് പറഞ്ഞാൽ എവറി 1 അവർ ഈ ബാക്കിലത്തെ പൊട്ട സീറ്റിൽ എല്ലാവരും മാറി മാറി ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കോൺഫിഗറേഷൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ അളിയനും അളിയനും ഇരിക്കുന്നുണ്ട്. സേ ഹായ് ഗായ്സ്. അളിയൻ്റെ അളിയ. പിന്നെ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ അതിഥിയുടെ ഭാഗ്യമുണ്ട്. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ അതിഥി എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ലാസ്റ്റ് ഞാനുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ടിലെ സീനിക് വഴികളൊക്കെ വരുമ്പോൾ ഇനി വീണ്ടും കാണാം. നല്ല ഭംഗിയുള്ളൊരു ഡ്രൈവാണ്. നമ്മളൊരു തണുപ്പുള്ള സ്ഥലത്താണ് പോണത്. അപ്പോൾ വൈൽ വി ഗെറ്റ് ദർ കീപ് ഡ്രോപ്പിംഗ് ഇൻ യുവർ ഗെസ്സസ് ഓൺ വാട്ട് ദ ഡെസ്റ്റിനേഷൻ ഈസ്. അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങളങ്ങനെ ഒരു 2 hours ജേർണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കോതമംഗലത്തൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും പുറകെ എണീറ്റ് കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ കോതമംഗലത്ത് നിന്ന് പിന്നെ മൂന്നാർ വരെ ഉള്ളൊരു സമയം ഞാൻ കുറച്ച് ഉറക്കവും മയക്കവും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പക്ഷേ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാല് നിവർത്താനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങി ഈ സീനറിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറേ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് വേഗം തന്നെ ഞങ്ങൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് വന്നെങ്കിലും ഭയങ്കര ബ്ലോക്കിൽ പെട്ടു. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. വന്ന വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അത്യാവശ്യം ഒരു 1.25 മണിക്കൂറോളം ഭയങ്കര സ്റ്റാഗ്നന്റ് ബ്ലോക്കിൽ പെട്ടു. പക്ഷെ ഇപ്പോൾ അതിനു വേണ്ടി നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്തേക്കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചെറിയൊരു തണുപ്പ് വന്നു തുടങ്ങി. മമ്മി അവിടെ സ്വെറ്റർ എടുക്കണതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വെയിൽ വരുമ്പോൾ നമുക്ക് പയ്യെ ചൂട് തിരിച്ചു വരുന്ന പോലെ ഉണ്ട് കേട്ടോ. വെയിൽ മാറിയിട്ട് തണലിന്റെ സൈഡിലേക്ക് ആവുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പൊ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ലെറ്റ്സ് സീ. പക്ഷെ സമയം നല്ലോണം ഇപ്പം എത്ര മണിയായി? 2 മണിയായി. 2 മണി കഴിഞ്ഞു. വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങി. അപ്പോൾ ഇനി മിക്കവാറും അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വ്യൂ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം. ഇതിനേക്കാളും നല്ല വ്യൂ വരികയാണെങ്കിൽ കാണാം എന്ന് പറഞ്ഞത് ലേശം അറം പറ്റിയ പോലെ ആയിട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ള കോടമഞ്ഞിറങ്ങിയ വ്യൂ ആണെങ്കിലും ഞങ്ങളിപ്പോൾ കിടക്കുന്നത് വീണ്ടും ഒരു നീണ്ട ബ്ലോക്കിലാണ്. ഡ്രൈവർ കണ്ടില്ലേ കാലൊക്കെ കയറ്റി വെച്ച് കിടക്കുന്നത്. ഇങ്ങനെ ഒരു നീണ്ട യത്നത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇനി അധികം ബ്ലോക്ക് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് അടിപൊളി വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല തണുപ്പായി. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് വൈകാതെ തന്നെ റിസോർട്ടിലെത്തും. ഫോറസ്റ്റ് ലിമിറ്റ്സിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇവിടെ കാറ് സ്റ്റോപ്പൊന്നും ചെയ്യാൻ പാടില്ല എന്ന് റൂളുണ്ട്. പക്ഷെ സ്റ്റോപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത്ര പ്രിറ്റിയായിരുന്നു. 2 സൈഡിലും ഇങ്ങനെ വലിയ മരങ്ങളും നല്ലൊരു ഡ്രൈവും, ഒട്ടും ട്രാഫിക്കില്ല, നല്ല തണുപ്പ്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോൾ നല്ല കട്ടിക്കോട വന്നു തുടങ്ങി. സമയം മാറി തുടങ്ങിയല്ലോ. അങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഡ്രൈവ് വൈകിട്ട് 4:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടോ. കോവിലൂർ റിസോർട്ട്സ് വട്ടവട. നമ്മുടെ സ്പെഷ്യൽ അതിഥിക്ക് പൂവൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്.
അപ്പോൾ അതിനായിട്ട് ബെഡിൽ ചെറിയൊരു സർപ്രൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പ ദാ കയറി വന്നപ്പോഴേക്കും ഞങ്ങൾ വിഷൊക്കെ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത്. വിശപ്പിൻ്റെ വിളി നന്നായിട്ട് അറിഞ്ഞിരുന്നു. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് വേഗം തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു. പക്ഷെ ആദ്യത്തെ സൂപ്പ് കുടിക്കുന്നത് മാത്രമേ വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശം കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഡെസേർട്ടായിട്ട് പപ്പയുടെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. റെക്കോർഡിംഗ് കേട്ടോ. ഞങ്ങൾ എത്താൻ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ തൊട്ടടുത്തുള്ളൊരു ഫാമിൽ നിന്ന് ഓടിപ്പോയി കുറച്ച് സ്ട്രോബെറി വാങ്ങി കഴിച്ചു കേട്ടോ. അവിടെ പിന്നെ ബ്രോക്കലി, ഗ്രീൻ പീസ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് സ്ട്രോബെറി ആയിരുന്നു മെയിൻ. അതുകൊണ്ട് സ്ട്രോബെറി മാത്രം ഒരു 1/2 കിലോ വാങ്ങി തിരിച്ച് റിസോർട്ടിലേക്ക് നടന്നു. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു റിസോർട്ട് കാണാൻ. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഊതുമ്പോൾ വായന്ന് പുകയൊക്കെ പോകുന്ന ടൈപ്പ് തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ റിസോർട്ടിനെ കുറിച്ച് പറയാൻ മറന്നു കേട്ടോ. ഇത് വട്ടവടയിലെ ബെസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റിസോർട്ടാണ്, കോവിലൂർ റിസോർട്ട്സ്. ഞാനിവിടെ എഴുതി കാണിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് വിക്കിയുടെ എൻ്റെയും കൂടെ കോളേജ് കാലം തൊട്ട്, അതായത് 2013 തൊട്ട് ഒരുമിച്ച് പഠിച്ച ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വട്ടവടയിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഇവരുടെ ലിങ്ക് ഫസ്റ്റ് കോമെൻ്റ് ആയിട്ട് പിൻ ചെയ്യാം കേട്ടോ. പിന്നെ തണുത്ത് കയറി വന്ന് ഞങ്ങൾ നേരെ പോയത് ക്യാമ്പ് ഫയറിലേക്കാണ്. അതും അടിപൊളി വൈബായിരുന്നു. അവിടെ ലേസർ ലൈറ്റ്സും സ്പീക്കറിൽ ഉറക്ക പാട്ടും ഒക്കെ വെച്ച് തണുപ്പത്ത് നല്ല രസമുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീച്ചിട്ട് I just walked out and saw the amazing view. പിന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞാൻ താഴെ ആ കണ്ട പാറ്റിയോയിലേക്ക് ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രിറ്റി ആംബിയൻറ്റ് വ്യൂ ആണെങ്കിൽ രാവിലെ ഭയങ്കര ക്ലോസ് ടു നേച്ചർ, കാമിങ്, പീസ്ഫുൾ ഒരു വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം തന്നെ റിട്ടേൺ യാത്ര തുടങ്ങി. ഇടയിലൊരു തേയിലത്തോട്ടം കണ്ടപ്പം എങ്ങനെയാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാതെ പോകാമെന്ന് ആലോചിച്ചിട്ട് അവിടെ കുറച്ച് റൊമാൻറ്റിക് ഷാറുഖ് ഖാൻ പോസൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി. അവിടെ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ സെല് ചെയ്യുന്നൊരു വെണ്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് മമ്മി അതൊക്കെ വാങ്ങിയിട്ട് വന്നു. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ക്യാരറ്റ് കറുമുറാന്നിരുന്ന് കാറിൽ തന്നെ തിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് ഒരു എക്കോ പോയിന്റിലാണ് കേട്ടോ. കുറച്ചങ്ങനെ നടന്നപ്പോൾ ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്. ലിൻഡനാണ് ഇതേ മുന്നിൽ ഞങ്ങളുടെ ഗൈഡിനെ പോലെ നടക്കുന്നത്. എക്കോ പോയിന്റ് ഞാൻ വിചാരിച്ചു ചുമ്മാ പേര് മാത്രമായിരിക്കുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇത് ശരിക്കും നല്ല ഒച്ചയിൽ എക്കോ വരുന്നൊരു പോയിൻ്റാണ്. ഞങ്ങൾ കുറച്ച് ഡെമോ ഒക്കെ കാണിച്ചു. അത് ഞാനിവിടെ ക്ലിപ്പ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഹലോ, ഇതിനുശേഷം ഞങ്ങൾ റിട്ടേൺ ഡ്രൈവ് തുടർന്നു. മിക്ക ഭാഗം ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് ഇനി അധികം ക്ലിപ്സ് ഒന്നുമില്ല. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്. Until then, this is That's So Feel.